ഈ രാജേഷ് നാദാപുരം, ഈ കുംഭമേള, ഈ മഹാമാഘ മഹോത്സവം, ഈ ദേശീയോത്സവം കേരളത്തിൻ്റെ മണ്ണിൽ വിജയകരമായി തന്നെ, ഒരുപക്ഷെ നമ്മൾ ടൈറ്റിൽ കൊടുത്തതുപോലെ തന്നെ ധർമ്മ വിജയമായി തന്നെ സ്വാമിജി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് ധർമ്മത്തിൻ്റെ വിജയത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള എല്ലാ കൂട്ടായ്മകളും സംഘടിപ്പിക്കപ്പെടുന്നത്. ഇത്തരത്തിലുള്ള എല്ലാ ഉത്സവങ്ങളും ഭാരതീയ ജനത, സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരൊക്കെ അനുവർത്തിച്ചു പോരുന്നത്. ഇതിന് ശേഷമുള്ള ഒരു കേരളം, അതാണ് വളരെ പ്രധാനമായും എടുത്തു പറയേണ്ടത്. ഞാനത് ചോദിക്കാൻ കാരണം, സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഒരു രീതിയിലുള്ള ആഹ്വാനവും ഉണ്ടായിരുന്നില്ല, ഒരു തരത്തിലുള്ള നിർദ്ദേശവും ഉണ്ടായിരുന്നില്ല. പക്ഷേ നിരന്തരം സ്വയം മനസ്സോടുകൂടി ഓരോരുത്തർ കൂട്ടവുമായും ഒറ്റയ്ക്കായും ഒക്കെ നിളാതീരത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു നിശബ്ദമായ ഒരു വിപ്ലവം, അങ്ങനെ തന്നെ ഞാൻ പറയുകയാണ്, ഒരു വിപ്ലവത്തിന് സാക്ഷിയാവുകയാണ് ഇന്ന് കേരളം. സ്വാഭാവികമായിട്ടും ഇതിന് ശേഷമുള്ളൊരു കേരളം, അതും കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതല്ല. തീർച്ചയായിട്ടും നമ്മുടെ ധർമ്മത്തിന്റെ പേര് സനാതനം എന്നാണ്. സനാതനം എന്ന വാക്കിന്റെ അർത്ഥം നാശരഹിതം, ഒരിക്കലും നശിക്കാത്ത എന്നാണ്. നമുക്ക് പലപ്പോഴും തോന്നിപ്പോവും ഇതൊക്കെ ഇപ്പോൾ നശിച്ചു പോകുമല്ലോ, ആരാണ് സംരക്ഷിക്കാനുള്ളത് എന്നൊക്കെ തോന്നിപ്പോവും. അപ്പോൾ ഈ മണ്ണിൽ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. 2004 മുതൽ 2014 വരെയുള്ള 10 വർഷത്തിനിടയിൽ UPA സർക്കാരിന്റെ മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത് ഈ രാജ്യം അഴിമതിയുടെയും അപമാനത്തിന്റെയും പടുകുടിയിലായിരുന്നു. 178 ഭാരതീയരെ കൊന്നു തള്ളിയിട്ടുള്ള പാകിസ്ഥാനിലെ തീവ്രവാദികളോട് ഞങ്ങൾ ഇനി ക്രിക്കറ്റ് കളിക്കില്ല എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു നമുക്ക് അന്നുണ്ടായിരുന്നത്. ദുർബലന്മാരിൽ ദുർബലനായ ഒരു ഭരണാധികാരിയും ഭരണകൂടവുമായിരുന്നു രാജ്യത്തെ നയിച്ചത്. അപ്പൊ നമ്മുടെ രാജ്യം ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു, ആരാണ് നമ്മുടെ രാഷ്ട്രത്തെ രക്ഷിക്കുവാൻ? അപ്പോൾ 252 സീറ്റുമായിട്ട് മോദിജി അധികാരത്തിൽ വന്നു. 10 കൊല്ലം കൊണ്ട് ഈ രാഷ്ട്രത്തെ സമൂല പരിവർത്തനത്തിന് വിധേയമാക്കി. ഇന്ന് ലോകത്തിലെ ഓരോ രാജ്യവും ഭാരതത്തിന്റെ ചങ്ങാതിയാകുവാൻ ആഗ്രഹിച്ച് മത്സരിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ നാട്ടിൽ നോക്കൂ, ഈ റീസെന്റ് ആയിട്ട് വേടൻ വന്നിട്ട് ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല, ആണെങ്കിൽ എനിക്കൊരു, അടുത്ത വരി നമുക്ക് പറയാൻ കഴിയില്ല, തെറിപ്പാട്ടുകൾ പാടിയിട്ട് ഹൈന്ദവ സമൂഹത്തെ ഭിന്നിപ്പിച്ചു, പഴയ ജാതീയത പറഞ്ഞുകൊണ്ട്. 100 കൊല്ലം മുമ്പുള്ള ജാതീയതയാണ് വേടന് പറയുവാനുള്ളത്. അപ്പോഴേക്ക് നന്ദഗോവിന്ദം വന്നു. അവരുടെ ഭജൻസ് കാണുവാൻ ലക്ഷങ്ങൾ, 10,000 അണിനിരക്കുന്നു. അതാണ് ഈ ധർമ്മത്തിനെതിരെ പ്രവർത്തിക്കുമ്പോൾ ഈ ധർമ്മത്തിൽ തന്നെ അതിനുള്ള പരിഹാരവും ഉണ്ട്. അതുകൊണ്ടാണ് ആനന്ദമഠം സ്വാമികൾ കേരളത്തിൽ വന്നതും ഇവിടെ തിരുനാവായയിലെ ഈ ചെറുപ്പക്കാരുടെ അഭിപ്രായങ്ങൾ മാനിച്ചതും. ഞാൻ എന്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു മഹത്തായ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ തന്നെ ഇവിടെ മഹാമാഘം നടക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിന് വിശ്വാസം, ഹൈന്ദവ സമൂഹത്തിൽ, സന്യാസ സമൂഹത്തിൽ അചഞ്ചലമായ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ ചിക്കാഗോയിലെ പ്രസംഗത്തിൽ ആദ്യത്തെ വരി പറഞ്ഞത്, ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു അതിപ്രാചീനമായ സന്യാസ പരമ്പരയ്ക്ക് വേണ്ടി എന്നായിരുന്നു. ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു സകല മതങ്ങളുടെയും മാതാവായ ഹിന്ദു ധർമ്മത്തിന് വേണ്ടി. ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു സകല വിഭാഗങ്ങളിൽ പെടുന്ന കോടിക്കണക്കിന് ഹിന്ദു ജനതയ്ക്ക് വേണ്ടി. ഈ 3 നന്ദികൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ അവിടെ ആരംഭിച്ചത്. അപ്പൊ നമ്മുടെ ഋഷി പരമ്പര ഇത് നേതൃത്വം കൊടുക്കുന്നു. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും ഇടത് വലത് മുന്നണികൾ ഇതിനെ എതിർക്കുന്നത്, ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെല്ലാം BJPക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ? ഹിന്ദു ഏകീകരണം BJPയുടെ വിജയത്തിന് കാരണമാകുമോ? സ്വാഭാവികമാണ്. രാമക്ഷേത്രം എന്ന് പറയുന്ന വലിയ ഒരു പ്രതീകത്തെ വെച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് കാണുന്ന BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നത്. 1984 2 സീറ്റ് ഉണ്ടായിരുന്ന BJP 1989 85ലേക്കും ഇന്ന് കാണുന്ന പ്രഭാവത്തിലേക്കും വന്നത് ഈ നാടിന്റെ ദേശീയ പുരുഷനായ ശ്രീരാമന്റെ ക്ഷേത്രം ഞങ്ങൾ വീണ്ടെടുത്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു. അതിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഹിന്ദുവിന്റെ ഏകീകരണം ഈ നാടിന്റെ ദേശീയ പാർട്ടിയായ BJPക്ക് സഹായകരമാവും. എന്നാൽ BJPക്ക് വേണ്ടി സംഘടിപ്പിച്ചൊരു പരിപാടിയല്ല ഇപ്പൊ അവിടെ തിരുനാവായിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ റിസൾട്ട് BJP കിട്ടിയേക്കാം, സ്വാഭാവികം. കാരണം ഒരാളുടെ ഉള്ളിൽ, എന്റെ ഉള്ളിൽ ദേശീയ ബോധം, രാഷ്ട്രബോധം, ധർമ്മബോധം ഉയർത്തെഴുന്നേറ്റാൽ എന്റെ മുന്നിൽ കാണുന്നത് അരുവാൾ ചുറ്റിക നക്ഷത്രം, കൈപ്പത്തി, താമര, അങ്ങനെയെങ്കിൽ ഞാൻ താമര കൂത്തും. സ്വാഭാവികമാണ്. ദേശീയ ബോധമുള്ള ഒരു വ്യക്തി, രാഷ്ട്രബോധമുള്ള ഒരു വ്യക്തി കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റിനോ വോട്ട് ചെയ്യില്ല. അത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. അല്ലാതെ അയാൾ BJPയുടെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ടല്ല. അപ്പൊ ഇത്തരം ഉത്സവങ്ങൾ BJPക്ക് സഹായകരമാകുന്നത് ആ ഹിന്ദുവിന്റെ ഉള്ളിൽ ഞാൻ ഈ രാഷ്ട്രത്തിലെ പൗരനാണ്, ഇതെന്റെ മാതൃഭൂമിയും പിതൃഭൂമിയുമാണ് എന്ന തിരിച്ചറിവ് അവരുണ്ടാകുമ്പോൾ അവൻ താമര കൂത്തുന്നു എങ്കിൽ അത് സ്വാഭാവികമായ ഒരു പരിവർത്തനമാണ് എന്നറിയണം. അപ്പൊ കേരളത്തിൽ ഒരു വലിയ മാറ്റത്തിന്റെ ദിശാസൂചികയാണ് ഈ മഹാകുംഭമേള. എന്തുകൊണ്ടെന്നാൽ ഹിന്ദുക്കളെ ഏകീകരിക്കുവാൻ കഴിയുന്നു എന്നതിന് രാഷ്ട്രീയക്കാര് ഇടത് വലതു മുന്നിൽ നോക്കി നിൽക്കുകയാണ്. അഭൂതപൂർവമായ ഈ വിജയത്തെ അവർ നോക്കുന്നുണ്ട്. അപ്പൊ അത് അവർ ഭയക്കുന്നത് കേരളത്തിൽ വലിയ പ്രവേശനം ലഭിച്ചിട്ടില്ലാത്ത BJP
ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കി, തലസ്ഥാന നഗരം പിടിക്കുന്നു. കേരളത്തിലെ 10ഓളം നിയമസഭാ സീറ്റുകളിൽ വർദ്ധിച്ച മുന്നേറ്റമുണ്ട്. 35ഓളം നിയമസഭാ സീറ്റുകളിൽ 40,000 മേലെ വോട്ട് ലഭിച്ചിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം തന്നെ ഞങ്ങളുടെ വോട്ട് ബാങ്ക് ചോർത്തുമോ? എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ പ്രീണിപ്പിക്കുന്നത്? ഇസ്ലാം മതം ഓൾറെഡി സംഘടിതമാണ്. സംഘടിതമായ ആ സമൂഹത്തിൽ വളരെ സംഘടിതമായിട്ടുള്ള ഒരു മേഖലയാണ് സമസ്ത, കാന്തപുരം ഉസ്താദിന്റെ സമസ്ത. അപ്പൊ കാന്തപുരം ഉസ്താദിന്റെ പാദങ്ങൾ തടവിയാൽ ഒരു 10 ലക്ഷം വോട്ടിന് സാധ്യതയുള്ള ഒരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്നിടത്ത് അവർ കുത്തും. കാരണം ഇസ്ലാമിക സമസ്തയെ സംബന്ധിച്ച് അവർക്ക് മതമാദ്യമാണ്, രാഷ്ട്രം പിന്നീട് വരുള്ളൂ. അതുകൊണ്ട് ഇടതുപക്ഷത്തിനും വോട്ട് ചെയ്യണമെന്ന് 2014 പറഞ്ഞിട്ടുണ്ട്, 2021 പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കാന്തപുരത്തിന്റെ വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ പിണറായി വിജയന്റെ മേന്മ കൊണ്ടൊന്നും അല്ല ഈ അവർ രണ്ടാമത് പ്രാവശ്യം ഇവിടെ അധികാരത്തിൽ വന്നത്. അതുകൊണ്ടാണ് നമ്മുടെ VD സതീശൻ മത്സരിക്കുകയാണ് എങ്ങനെയെല്ലാം കാന്തപുരം ഉസ്താദിന്റെ പ്രീതി സമ്പാദിച്ചെടുക്കാം. അതുകൊണ്ടാണ് കേരള യാത്രയ്ക്ക് ഇടതും വലതും മുന്നണികൾ മാറി മാറി വന്ന് ഹമാസിനെ ഭീകരൻ എന്ന് പറയുവാൻ ധൈര്യമില്ലാത്തവരാണ് ഈ നാട്ടിലെ ഇടതു വലതു മുന്നണികൾ. അത് പറഞ്ഞ ശശി തരൂരിന്റെ അവസ്ഥയും നമുക്കറിയാം. ഒരു ഭീകരൻ എന്ന് പറയാൻ പറ്റാത്ത നാട് എന്ന് ആലോചിച്ച് നോക്കൂ. ഒസാമ ബില്ലാദിന് വേണ്ടി കവിത പിറന്ന നാടാണ് കേരളം. ലാഥ ബില്ലാഥ ബീരുവി അഭാം എന്ന് നിർത്തുക. ഇപ്പൊ രാമായണം വായിച്ചുകൊണ്ടിരിക്കുന്ന ജി സുധാകരനാണ് ആ കവിത എഴുതിയത്. ആലോചിച്ച് നോക്കൂ. ദേശീയതയ്ക്കെതിരെ എന്നും സംസാരിച്ചവരും പ്രവർത്തിച്ചവരുമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ. അമ്പലം ചുവരാണ്, വിഗ്രഹം കല്ലാണെന്ന് പറഞ്ഞ് ഹിന്ദുക്കളെ വിശ്വാസത്തിൽ അകറ്റിയവരാണ്. ഗുരുവായൂർ അമ്പലം പൊളിച്ച് അവിടെ കപ്പ വെച്ചാൽ അത്രയും അന്ധവിശ്വാസങ്ങൾ തീരുമെന്ന് പറഞ്ഞാണ്. ഇതേ കല്ലുകൊണ്ട് തന്നെയാണ് പള്ളിയും ചർച്ചും പണിതത്. ഇതേ പുസ്തകങ്ങൾ തന്നെയാണ് ഖുറാനും ബൈബിളും എന്ന് പറയുവാൻ അവരുടെ നാവ് അന്നും ഇന്നും പൊന്തിയിട്ടില്ല. ഞങ്ങളെല്ലാം കോളേജിൽ ചെല്ലുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ SFIക്കാർ പറഞ്ഞു തരുമായിരുന്നു, രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല. അപ്പൊ ഞങ്ങൾ യേശു മുഹമ്മദ് ഉണ്ടായിരുന്നോ? അത് തൊട്ട് കളിക്കരുത്. അന്നും ഇന്നും അത് തൊടില്ല. രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന് പഠിപ്പിച്ച ഹൈന്ദവ സമൂഹത്തെ വോട്ട് ബാങ്കാക്കി രാഷ്ട്രീയ അടിമകളാക്കി കൂടെ വെക്കുവാൻ കമ്മ്യൂണിസ്റ്റുകാരന് കഴിഞ്ഞു എന്നതാണ് കമ്മ്യൂണിസ്റ്റുകാരന്റെ വിജയം. പക്ഷേ ആ അടിമകളാക്കപ്പെട്ട ഹിന്ദുക്കൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഞാൻ ഈ കമ്മ്യൂണിസ്റ്റുകാരന്റെ, രാഷ്ട്രീയക്കാരന്റെ, കോൺഗ്രസ്സുകാരന്റെ അടിമയായി ജീവിക്കേണ്ടതുണ്ടോ? ഞാൻ എന്റെ ഭാരത ഭൂമിയെ പ്രകീർത്തിച്ചുകൊണ്ടും എന്റെ രാഷ്ട്രത്തിന്റെ ധർമ്മത്തെ ആചരിച്ചുകൊണ്ടും മഹാകുംഭമേളയിൽ പങ്കെടുത്തും പ്രയാഗ്രാജിൽ ചെന്നുകൊണ്ടും ശബരിമലയിൽ ഒന്നിച്ചുകൊണ്ടും ആ ഹൈന്ദവ ഏകീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്പലം ചുമരാണ്, വിഗ്രഹം കല്ലാണെന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പൊ അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റാരോട് നടക്കുകയാണ്. ശബരിമലയെ തകർക്കുവാൻ വേണ്ടി 2018 എല്ലാ പണിയെടുത്ത ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് തന്നെയാണ് ഈ പറയുന്ന അയ്യപ്പ സംഗമം നടത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. അപ്പൊ കമ്മ്യൂണിസം ആശയപരമായി പരാജയപ്പെട്ടു. അതായത് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം, ഈ പ്രപഞ്ചത്തിലെ സർവ്വതും സൃഷ്ടിച്ചതിന്റെ അടിസ്ഥാനം പദാർത്ഥങ്ങൾ എന്ന് പറയുന്ന കമ്മ്യൂണിസം തോറ്റു തുന്നമ്പാടിയിരിക്കുകയാണ്. ഇപ്പൊ അവരുടെ മുന്നിൽ വെക്കുവാനുള്ളത് ഹിന്ദു ഏകീകരണം. നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ ഹിന്ദു ഏകീകരണത്തിന്റെ ആൾ ഞങ്ങളാണ്. ശബരിമലയ്ക്ക് പാരഡി ഗാനം രചിച്ചാൽ കേസെടുത്തു. ആര്? അവകാശ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വാദോരാതെ സംസാരിക്കുന്ന ഒരാള് എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാരഡി ഗാനത്തിന് കേസെടുത്തത്? അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കൾക്കെതിരെ ആയിരുന്നു ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ ഗാനം. എന്തുകൊണ്ടാണ്? അതുകൊണ്ട് വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇവിടുത്തെ ഇടതു വലത് മുന്നണികൾ. അവർക്ക് ഹിന്ദുവിന്റെ തിരുനാവായിൽ വരണമെന്നുണ്ട്, ആ ജനക്കൂട്ടത്തിൽ ഒന്ന് ചെന്ന് ചേരണമെന്നുണ്ട്. പക്ഷെ കാന്തപുരം ഉസ്താദ് എന്ത് വിചാരിക്കും? പോപ്പുലർ ഫ്രണ്ടുകാരനും ജമാഅത്തെ ഇസ്ലാമിക്കാരനും എന്ത് വിചാരിക്കും? ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള രാഷ്ട്രീയ അടിമകളാക്കപ്പെട്ട ഹിന്ദുവിന്റെ പരിപാടിക്ക് ഞങ്ങൾ എന്തിനു പോകണം? അവർ കമ്മ്യൂണിസ്റ്റുകളായിട്ടും കോൺഗ്രസുകളായിട്ടും ഞങ്ങൾ എന്ത് നെറികേട് ഹിന്ദുവിനെതിരെ ചെയ്തു കഴിഞ്ഞാലും ഞങ്ങൾക്ക് അവർ വോട്ട് ചെയ്യുമെന്ന് ഉത്തമ വിശ്വാസമുണ്ട്. അതാണ് നമ്മൾ തിരുത്തേണ്ടത്.